ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നിൽക്കാവുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ്. അതായത് ഈ LPG എന്ന് പറയുന്നത് എങ്ങനെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലൂടെ പഠിക്കാൻ പോകുന്നത്. അത് LPG റീഫോംസ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത് 1991 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് അണ്ടർ PM PV നരസിംഹ റാവുവിൻ്റെ അണ്ടറിൽ, അന്ന് PM ആയിരുന്ന PV നരസിംഹ റാവുവിൻ്റെ അണ്ടറിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ ന്യൂ എക്കണോമിക് പോളിസി എന്ന് കൂടി പറയാം. ഇത് എയിം ചെയ്തിട്ടുള്ളത് അന്ന് നിലനിന്നിരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിനെ ഓവർകം ചെയ്യാനും അതേപോലെ തന്നെ ഇന്ത്യനെ ഒരു ഗ്ലോബലി കോമ്പറ്റീറ്റീവ് എക്കണോമിയാക്കി മാറ്റാനുമാണ് എയിം ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ മേജർ സെക്ടേഴ്സ് എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻഡസ്ട്രി, ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അഗ്രികൾച്ചർ പോലുള്ള സെക്ടേഴ്സ് ഇതിലൂടെ എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഈ എക്കണോമിക് റിഫോംസിൻ്റെ 3 പില്ലേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ട്രാൻസ്ഫോം ദ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കൺട്രി. ഈ ഒരു പദ്ധതി, ഈ ഒരു റിഫോംസ് എന്ന് പറയുന്നത് എക്കണോമിക്കലി, പൊളിറ്റിക്കലി, സോഷ്യലി നമ്മളെ ഇന്ത്യയിലുള്ള ലാൻഡ്സ്കേപ്പിനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഈ ചേഞ്ചസ് ഓൾസോ റീഷേപ്പ് സോഷ്യൽ ഹയർക്കീസ്, ക്ലാസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻഇക്വാലിറ്റീസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഇൻഇക്വാലിറ്റീസിനെയും ക്ലാസ് സ്ട്രക്ചേഴ്സിനെയും സോഷ്യൽ ഹയർക്കീസിനെയൊക്കെ ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ലിബറലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് റിമൂവിങ് ഗവൺമെൻറ് കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ദ എക്കോണമി. എക്കോണമിയിലുള്ള ഗവൺമെൻറ് കൺട്രോൾസും റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. ഇറ്റ് എയിംസ് ടു ഇൻക്രീസ് ഫ്രീഡം ഓഫ് ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബിസിനസ് ഓപ്പറേഷൻസ്. ട്രേഡ് ഫ്രീ ആയിട്ട് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഫ്രീഡം ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ലിബറലൈസേഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ടാരിഫ്സ്, ഇറക്കുമതിയുടെ ടാക്സ് കുറയ്ക്കുക, ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രീസിലുണ്ടാകുന്ന റെഗുലേഷൻസ് കുറയ്ക്കുക, പ്രൈവറ്റ് ഫിൽംസ് ഈസി ആയിട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് ഹാൻഡ്സ്. അതായത് നമ്മുടെ ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന ഓണർഷിപ്പ്, അതായത് ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ ഉണ്ടാകുന്ന ഓണർഷിപ്പ് പ്രൈവറ്റ് സെക്ടേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ഇംപ്രൂവ് എഫിഷ്യൻസി, റെഡ്യൂസ് ഗവൺമെൻറ് ബർഡൻ ആൻഡ് പ്രൊമോട്ട് കോമ്പറ്റീഷൻ. ഗവൺമെൻറ്റ്സിനുള്ള ഭാരം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ തന്നെ കോമ്പറ്റീഷൻ കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെയിൽ ഓഫ് ഷെയർസ് ഇൻ ഗവൺമെൻറ് കമ്പനീസ് ലൈക്ക് എയർ ഇന്ത്യ, BSNL അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗവൺമെൻറ് കമ്പനീസിലൊക്കെ ഷെയർസ് കൊണ്ടുവരിക എന്നതാണ്. ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റഗ്രേഷൻ ഓഫ് എ നേഷൻസ് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. നമ്മുടെ ഇന്ത്യയിലുള്ള എക്കോണമിയും വേൾഡ് എക്കോണമിയും തമ്മിലുള്ള ഇൻറ്റഗ്രേഷനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസസ്, ഇൻഫർമേഷൻ ആൻഡ് പീപ്പിൾ അക്രോസ് ബോർഡേഴ്സ്. ഇന്ത്യയിൽ അല്ലാത്ത പുറം രാജ്യങ്ങളിലുള്ള ഗുഡ്സും സർവീസസും ഇൻഫർമേഷനും ഒക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പുറം രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുക, ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക, അങ്ങനത്തെ തുടങ്ങിയ സാധനങ്ങളാണ് ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നേഷൻ്റെ എക്കോണമിയും വേൾഡ് എക്കോണമിയും ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻട്രി ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻ ഇന്ത്യ, എക്സ്പാൻഷൻ ഓഫ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടേഴ്സ്. IT അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സെക്ടേഴ്സിലൊക്കെ എക്സ്പാൻഷൻ കൊണ്ടുവരിക, മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ഇന്ത്യയിലോട്ട് എൻട്രി ചെയ്യാനുള്ളതാണ് ഗ്ലോബലൈസേഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ സൊസൈറ്റീസ് കാറ്റഗറൈസേഷൻ ഓഫ് ഇറ്റ്സ് പീപ്പിൾ ഇൻ ടു റാങ്കിങ്സ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് സച്ച് എസ് ഫെയ്ത്ത്, ഇൻകം, എഡ്യൂക്കേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പവർ. ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റാം. റാങ്കിങ്ങിലൂടെ ഓരോ പീപ്പിൾസിനെയും കാറ്റഗറൈസ് ചെയ്യുക. അത് ഈ വെൽത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഇൻകമിൻ്റെ അടിസ്ഥാനത്തിലോ എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിലോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പവർ ഈ തുടങ്ങിയ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൊസൈറ്റിയിലുള്ള പീപ്പിൾസിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഈ സൊസൈറ്റിയിലുള്ള ഡിവിഷനെ തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു പർട്ടിക്കുലർ ലെയറിലുള്ള മെമ്പേഴ്സിന് അവരുടേതായിട്ടുള്ള കോമൺ ഐഡൻറ്റിറ്റിയും സിമിലർ ലൈഫ് സ്റ്റൈലും ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സും ഉണ്ട്. ഇതിൽ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് പറയുകയാണെങ്കിൽ റൈസ് ഓഫ് ന്യൂ മിഡിൽ ക്ലാസ് വിത്ത് ഹയർ ഇൻകം ആൻഡ് ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള ഹയർ ഇൻകം കിട്ടുന്ന പുതിയ മിഡിൽ ക്ലാസ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്ന പറയുന്നത്. പിന്നെ ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT, ഫിനാൻസ്, സർവീസ് സെക്ടേഴ്സ്. IT, ഫിനാൻസ്, സർവീസ് സെക്ടേഴ്സ് പോലെയുള്ള മേഖലകളിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതാണ് പറയുന്നത്. പിന്നെ ഗ്രോത്ത് ഓഫ് അർബനൈസേഷൻ ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽസ്. എല്ലാവരും റൂറലിൽ നിന്ന് അർബനിലേക്ക് മാറാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ അർബനൈസേഷൻ ഉണ്ടാവും. പിന്നെ മോഡേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് ആയിരിക്കും ഉണ്ടാവുക. എംപവർമെൻറ്റ് ഓഫ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ആൻഡ് വുമൻ ഇൻ കോർപ്പറേറ്റ് സെക്ടേഴ്സ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിനും വുമൻസിനൊക്കെ കോർപ്പറേറ്റ് സെക്ടേഴ്സിൽ എംപവർമെൻറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലിബറലൈസേഷൻ ഇൻ ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1980, 1991, 2001, 1975.
Is the correct answer is 1991. Second question, the main aim of liberalization is to increase government control, promote private monopoly, remove restrictions on trade and business, and reduce international trade. Remove restrictions on trade and business ആണ് correct answer. Okay. Third question, who introduced the LPG reforms in India? Jawaharlal Nehru, Dr. Manmohan Singh, Rajiv Gandhi, Narendra Modi. Yes, Dr. Manmohan Singh ആണ് correct answer. Which sector grew rapidly due to globalization? Agriculture, IT and service sector, cottage industry, textile industry. Yes, the correct answer is IT and service sector. In the context of LPG, social stratification refers to economic growth of the country, hierarchical division of society by class or income, global trade agreements, or government reforms. Yes, the correct answer is hierarchical division of society by class or income. The assertion reason based questions ആണ്. Assertion, liberalization reduces government control over industries. Reason, it encourages competition and foreign investment. Options, both A and R are true and R is the correct explanation of A. Both A and R are true, but R is not the correct explanation of A. A is true, R is false. A is false, but R is true. Yes, the correct answer is both A and R are true and R is the correct explanation of A. Next question, assertion. Privatization helps in improving efficiency and service quality. Reason, private sector organizations are profit-oriented and competitive. Options, both A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is true, R is false. Both A and R are false. The correct answer is both A and R are true and R is the correct explanation of A. Next question, assertion. Globalization has made Indian society more connected with the world. Reason, it restricted the flow of goods and ideas across borders. Options, both A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is true but R is false. A is false but R is true. Then the correct answer, A is true but R is false. Okay. Next question, assertion. Globalization has increased employment opportunities in India. Reason, many multinational companies have established branches in India. Options, both A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is true but R is false. Both A and R are false. Correct answer, both A and R are true but R is not the correct explanation of A. Next question, assertion. Teachers have no role in addressing the challenges of globalization. Reason, education is only about textbook knowledge. Options, both A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is false, R is true, but both A and R are false. Answer another, A is false but R is true. Thank you.